ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു ഡേ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. സമൂസ എന്താ എണ്ണ നോക്കിയത്? എന്താ എണ്ണ നോക്കടി. എണ്ണ ഉണ്ടാ പേപ്പറിൽ തന്നെ ആക്കണല്ലോ. അതാണ് നല്ല മൊരിമൊരി കറുത്തതും പൊട്ടുന്നു. ഇത് ടേസ്റ്റില്ല. ഇപ്പം ഉണ്ടാക്കിയതാണ്. സമൂസ അപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് എന്തായാലും പണി ഇന്നലെ കറിയൊക്കെ വെച്ച കാരണം ഇന്ന് പണി കുറച്ച് കമ്മിയാണ്. അപ്പം ഇന്നലെ കറണ്ട് പോയ കാരണം മീൻ കറി വെക്കാൻ പറ്റിയില്ല. പിന്നെ 3 മണിയൊക്കെ ആയി കറണ്ട് വരുമ്പോൾ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വേഗം മീൻ കറിയൊക്കെ വറുത്തരച്ച് മീൻ കറിയൊക്കെ വെച്ച് പിന്നെ ഇന്ന് ആളുടെ മീറ്റിങ്ങിന് പോകണം എന്നൊക്കെ വിചാരിച്ചാട്ടോ. സീതാലയം എന്ന് പറഞ്ഞ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. വിളിച്ചതായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ കാല് ഉളുക്കിയിട്ട് ഇത് നടക്കാനേ വയ്യട്ടോ. അപ്പോൾ ഇവിടുന്ന് സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങണ കാരണം 3 മാസം റെസ്റ്റ് പറഞ്ഞാലും റെസ്റ്റേ ഇല്ലല്ലോ. അതിൻ്റെ ആണോയെന്ന് അറിയില്ല. ഭയങ്കര വേദന. പിന്നെ ഉമ്മയില്ല ഇവിടെ. അപ്പം റിൻഷിമോൾ അത് കാരണം ഇന്ന് ഫാത്തിമക്കുട്ടനൊക്കെ ഉണ്ടാക്കുക. റിൻഷിമോൾ അവർ രണ്ടാളും പാടെയാണ് പോയത്. എനിക്ക് പോകാൻ പറ്റാത്ത കാരണം എനിക്കത് കാരണം മീറ്റിങ്ങിനും പങ്കെടുക്കാൻ പറ്റിയില്ല, അവളെ സ്കൂളിൽ കൊണ്ടാക്കാനും പറ്റിയില്ല. അപ്പോൾ ഇന്ന് അവർ രണ്ടാളും ഓട്ട പോയത്. അപ്പോൾ പോയിട്ട് വരുമ്പോൾ സമൂസയൊക്കെ വാങ്ങിയിട്ട് വന്ന്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നിപ്പം ഇനി ചോറും കറിയൊക്കെ അതൊക്കെ തന്നെ കേട്ടോ. മീൻ കറിയും മീൻ വറുത്തതും റെഡ് കഷ്ണമുണ്ട്, മീനുണ്ട്. ഇപ്പം ഞാൻ കറിയൊന്നും വെക്കുള്ള വയ്യ എനിക്ക്. ചോറൊക്കെ രാവിലെ അപ്പം ചുട്ട അടുപ്പിൽ തന്നെ വെച്ച്
പിന്നെന്താ പറയണം, അന്നൊരു സങ്കടം നിറഞ്ഞ ഒരു വാർത്ത ഞാൻ കേട്ടു കേട്ടോ. പക്ഷെ സംഭവിച്ചത് ഇന്നലെയാണ്. അപ്പം ഞാനത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ല എന്ന് തന്നെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. വേറൊന്നുമില്ല, നമ്മുടെ പാലക്കാട് തന്നെ എടത്തനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എന്താ പറയുക, അഞ്ച് പഠിക്കുന്ന ഒരു കുട്ടി കേട്ടോ, ഒരു 11 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ആ കുട്ടി മരണപ്പെട്ടു. ഇന്നാ ഇലാഹി വലൈഹി റാജിഊൻ. പഠിച്ച ആ കുട്ടീൻ്റെ ഖബറിടം സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ആ വീട്ടുകാർക്ക് ക്ഷമയും സബൂറും അള്ളാഹ് കൊടുക്കട്ടെ. നല്ലൊരു കാണാൻ മൊഞ്ചുള്ള നല്ലൊരു ആൺകുട്ടി കേട്ടോ. പക്ഷെ ആ കുട്ടി എന്താ മരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, സ്കൂളിൽ നിന്ന് എല്ലാവരും ടൂറ് പോകുന്നുണ്ട് അത്ര. അപ്പോൾ ആ കുട്ടിക്ക് ടൂറ് പോകണം പറഞ്ഞ് പേരൊക്കെ കൊടുത്ത് ഒക്കെ ചെയ്ത് വീട്ടിൽ വന്ന് പൈസ ചോദിച്ചപ്പോൾ, അതൊരു ഗവൺമെൻറ് സ്കൂളാണ്, നമ്മുടെ പാലക്കാട് എടത്തനാട്ടുകര. അപ്പോൾ ചിലരൊക്കെ ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാകും, പറയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചുട്ടാ. അപ്പോൾ ഞാൻ ആ മോൻ്റെ ഫോട്ടോ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കാം. അപ്പോൾ ആ കുട്ടി എന്താണ്, ഒരു ഗവൺമെൻറ് സ്കൂളാണ്. പൈസ കൊടുത്തില്ലെങ്കിൽ കൊണ്ടുപോകില്ല, പൈസ കൊടുത്ത് തന്നെ മാത്രമല്ല കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ആ കുട്ടി വീട്ടിൽ വന്ന് ഉമ്മാനോട് ചോദിച്ചത്ര, റിദാൽ എന്നാണ് ആ കുട്ടീൻ്റെ പേര്. അപ്പോൾ ചോദിച്ചപ്പോൾ അവൻ്റെ സാഹചര്യം എന്താണ് എന്നൊന്നും അറിയില്ല, അത് കൊടുക്കാൻ പറ്റിയില്ല പൈസ. ആ കുട്ടീൻ്റെ ഉപ്പ വിദേശത്താണെന്നാണ് പറഞ്ഞു കേട്ടത്. എന്തുകൊണ്ട് ആ കുട്ടിക്ക് ഫീസ് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് അറിയില്ല. അപ്പോൾ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ കുട്ടി സ്വയം ജീവനൊടുക്കി എന്നാണ് കേട്ടത്. എന്തായാലും ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി വന്നല്ലോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. നമുക്കും മക്കളുണ്ട്, നമ്മളും മക്കളെ വളർത്തുന്നുണ്ട്. അപ്പം മക്കൾക്ക് നമ്മൾ അവസ്ഥ അറിഞ്ഞ് നമ്മൾ മക്കളെ വളർത്തണം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കുട്ടി സ്കൂളിൽ നിന്ന് ടൂർ പോകണം, ഒരിക്കൽ എന്തോ പറഞ്ഞയച്ചു. അന്ന് 500 രൂപ ആയതുകൊണ്ട് നമ്മളെ പോയിട്ടില്ല, നമ്മുടെ മക്കളെങ്കിലും പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് മോളെ പറഞ്ഞയച്ചത്. ഇപ്രാവശ്യം പോകണം ഉണ്ട്. ഞാൻ എന്താ പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായം എന്താ, സ്കൂളിൽ ഈ ടൂർ പോക്ക് ആദ്യം നിർത്തണം. കാരണം എല്ലാവർക്കും ഒരുപോലെ പൈസ ഉണ്ടായിന്ന് വലിയില്ല പോകാൻ. ആദ്യം അത് നിർത്തണം. എന്നാലാണ് നമ്മുടെ മക്കൾ, ഇപ്പോഴത്തെ മക്കൾ ഓരോന്നിനും അഡിക്റ്റാണ്. ആ കുട്ടി എത്ര മോഹവും സ്വപ്നം ഒക്കെ കണ്ടിട്ടുണ്ട് ആ കൂട്ടുകാരൻ്റെ കൂടെ പോയി അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു സങ്കടത്തിൽ ചെയ്തതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഓരോരുത്തർക്കും ഓരോ മോഹങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ നമ്മളെ മനസ്സിൽ ഓരോ ആഗ്രഹം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള ഓരോ ആഗ്രഹങ്ങളല്ലേ. ഇപ്പോൾ വയനാട്ടിലേക്ക് പോകാനാണ് കേട്ടോ കുട്ടി ടൂറ്. എന്തായാലും മുതൽ പോയില്ലെങ്കിൽ പറഞ്ഞിട്ട് എന്താ കാര്യം, ആ വീട്ടുകാർക്ക് ക്ഷമ കൊടുക്കട്ടെ. നമുക്ക് അത്രയല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും വളർത്തി ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, നമ്മൾ ആകെ ജീവിക്കുന്നതേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. കുട്ടി ഒന്നില്ലെങ്കിൽ ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുക, പിന്നെ പോകാം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാം, അങ്ങനെ എന്തെങ്കിലും. എന്താ കുട്ടിക്ക് എന്ത് തോന്നിയോ അല്ലാ, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. നമ്മളും മക്കളെ വളർത്തുന്നതല്ലേ. നമുക്ക് റേസിൻ്റെ മോഹമാണ് കേട്ടോ, ആലേസിനെ ആ കുട്ടീൻ്റെ മോറ് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം. നല്ല മൊഞ്ചുള്ളൊരു മോന് കേട്ടോ. മോനിക്ക് എങ്ങനെ തന്നെ ഇപ്പോൾ ബുദ്ധി തോന്നിയെന്നുള്ളത് അറിയില്ല. അപ്പം ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും, എത്ര ആൾ അറിഞ്ഞിരിക്കണം. വാർത്തയിൽ ചിലപ്പോൾ ആരെങ്കിലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാലക്കാടായതുകൊണ്ട് അല്ലാ പഠിച്ചവനെ ആർക്കും അങ്ങനെ ഒരു ബുദ്ധി കൊടുക്കാണ്ടിരിക്കട്ടെ. അപ്പം ഞാനത് നിങ്ങളൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം കേട്ടോ, പറയാത്തവർ അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും സ്കൂളിൽ നിന്ന് ആദ്യം ഈ പോണത് നിർത്തണം. കാരണം എല്ലാവർക്കും ഒരേ സാഹചര്യമായി എന്ന് വലിയ, ചിലർക്ക് പൈസ ഉണ്ടാവും, ചിലർക്ക് പൈസ ഉണ്ടാവില്ല, ഓരോ സാഹചര്യങ്ങളായിരിക്കും. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി കേട്ടോ. കുട്ടി ഇന്നലെയാണ് നടന്നത്. പാവം കുഞ്ഞു മോന് ഖബറിടമൊക്കെ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ, പൂന്താപ്പാക്കി കൊടുക്കട്ടെ. നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ശരി മക്കളെ, ഞാനിന്ന് എൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ കൂട്ടുകാരെ. ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.